സന്നിധാനത്ത് ഭക്തജന തിരക്ക് എങ്ങനെയുണ്ട്, അതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, വിശദവിവരങ്ങൾ എന്തൊക്കെ? മോദി, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. എപ്പോഴും ഇവിടെ വന്നാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്തുള്ളത്. പമ്പയിൽ നമ്മുടെ ശബരിമലയുടെ വികസനത്തെ പറ്റിയൊക്കെ ചർച്ച നടത്തുമ്പോൾ അയ്യപ്പനെ കാണാൻ വേണ്ടി ഭക്തരൊക്കെ മല കയറി സന്നിധാനത്തേക്ക് എത്തുകയാണ്. അതിനൊപ്പം ഞാനിപ്പോൾ രാവിലെ ഈ നല്ലൊരു പകൽ ഒരു കുറച്ച് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ള ഒരു കാഴ്ച കാണിച്ചു തരാം മോത്തിക്ക്. ഇതാ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. 4 മാസം കഴിഞ്ഞ് 5-ാം മാസത്തിലേക്ക് കിടക്കുകയാണ്. ഇവർ ഉദുമൽപേട്ട എന്ന സ്ഥലത്തു നിന്നാണ് വന്നത്. കുഞ്ഞിന് ചോറൂണ് നൽകുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് തമിഴ്നാട് കൗതുകത്തോടെ നോക്കുകയായിരുന്നു. திருப்பூர் மாவட்டம் உடலம்பேட்டை அங்கிருக்க ஆத்துக்கிணத்துப்பட்டி ஊரும். കുഞ്ഞിന് എത്ര വയസ്സ്? 4 மாசம் முடிஞ்சு 5வது மாசம் இது அன்னமூட்டருக்கு வந்திருக்கிறோம். ஹரிணி பெயர். ஐயப்பனோட വരം ഹരിണി പാപ്പ. ഹരിണി എന്നാണ്. എൻ്റെ പേര് ഹരികൃഷ്ണൻ. കുഞ്ഞിൻ്റെ പേര് ഹരിണി എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അയ്യപ്പനുടെ വരം എന്ന് ആ ഭക്തൻ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ, അത് അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു കോരിത്തെരിക്കുക. അപ്പോൾ അങ്ങനെ അത്രയും വിശ്വാസമുള്ള ഒരാൾ വന്ന് കുഞ്ഞിനെയും കൊണ്ട്, ഈ 5 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ചോറൂണിന് വേണ്ടി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. ചോറൂണിന് വേണ്ടിയുള്ള ചടങ്ങുകളൊക്കെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവർ ഈ ഇവിടെ കയറി കൊടിമരച്ചോട്ടിന് തൊട്ടടുത്തായിട്ട് അവർ വിശ്രമിക്കുകയാണ്. ഇനിയും അവിടുന്ന് തന്ത്രിമാരൊക്കെ വന്ന് ഇവിടെ ചോറൂണിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്താണ് സാധാരണ ചെയ്യാറ്. അവിടെ ചെയ്ത് ചോറൂണ് മറ്റു ചടങ്ങുകൾ നടക്കും. ഇനി നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞും അതിനു മുന്നോടിയായും പലരും അയ്യപ്പനെ കാണാൻ വേണ്ടി ഈ സംഗമത്തിൽ പങ്കെടുക്കാനെത്തുന്ന പലരും എത്തുന്നുണ്ട്. ഇതിൽ അയ്യപ്പ സംഗമത്തിൽ ഇന്ന് ക്ഷണിതാവായി എത്തിയിരുന്ന തമിഴ്നാട് മന്ത്രിമാരിൽ ഒരാളായ PK ശേഖർ ബാബു, അദ്ദേഹം തമിഴ്നാടിൻ്റെ ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് ഇവിടെ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയിരുന്നു. ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരിൽ, തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് വന്ന 2 പേരിൽ ഒരാളാണ് PK ശേഖർ ബാബു. അദ്ദേഹം ഇവിടെ എത്തി ദർശനം കഴിഞ്ഞു മടങ്ങി. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരിൽ ചിലർ ഈ സംഗമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ വന്നതിൽ ഒരാളാണ് അദ്ദേഹം. ഇനി ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, ഒരു പ്രത്യേക അറിയിപ്പൊന്നും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല, ഇന്നാര് വരും എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ പലരും ഈ പരിപാടി കഴിഞ്ഞ് 3:30 പരിപാടി കഴിയും, അതിനുശേഷം വന്നേക്കാം. എന്തായാലും ഇന്നിപ്പോൾ ഈ വലിയ തിരക്കൊന്നും ഇല്ല. നമുക്കറിയാലോ, ആദ്യം ഈ 19-20 ദിവസങ്ങളിൽ ആദ്യം ദേവസ്വം ബോർഡ് ഈ തിരക്ക്, ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് കൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചില നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് മാറ്റി. പക്ഷേ എങ്കിൽ കൂടിയും ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്ന ഈ ഫ്ലൈ ഓവർ വഴി വരുന്ന ഒരു തിരക്ക്, അത് ഈ പൂജ നടക്കുന്നത് കൊണ്ടുള്ള ചെറിയ തിരക്കാണിത്. പക്ഷേ എങ്കിൽ കൂടിയും 18-ാം പടിയുടെ താഴെയൊന്നും സുഗമമായി ഭക്തർക്ക് കയറി വരാം. ആരുമില്ല, ആ തിരക്ക് ഒട്ടുമില്ലാത്ത ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ദർശനത്തിനൊന്നും മറ്റ് തടസ്സങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. ശരി ഹരി, ഏതായാലും എല്ലാ കാര്യങ്ങളും സുഗമമായി തന്നെ നടക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളടക്കം, കൈക്കുഞ്ഞുങ്ങളടക്കം വന്നിട്ടുണ്ട്. അത് ചോറൂണ് ചടങ്ങിന് വേണ്ടി വന്നവരൊക്കെയാണ്. തമിഴ്നാട് മന്ത്രി, ദേവസ്വം മന്ത്രി PK ശേഖർ, ദൃശ്യങ്ങളിൽ നിങ്ങൾ നേരത്തെ കണ്ടു, പച്ച ഷോള് പുതച്ച് വന്നത് ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹം ദർശനം നടത്തി മടങ്ങി. മറ്റൊരാൾ ആണ് താഴെ നിലയ്ക്കൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി.